ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? ഈ മാസം ഇന്നത്തോടു കൂടി തീരുകയാണ്. എന്നെ സംബന്ധിച്ച് ഇനി വരുന്ന ദിവസങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാലയളവാണ്. ചിട്ടയുള്ള ഒരു മാസമാണ് എൻ്റെ ലൈഫിൽ ഇനി വരാൻ പോകുന്നത്. ചിട്ടയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കുന്നതിനാൽ ശരീരവും ദൈവവിചാരവും ദൈവവചനങ്ങളും മാത്രം മനസ്സിലും നാവിലും ഉള്ളതിനാൽ മാനസികമായും വളരെ കൂളായി സ്വസ്ഥമായി കഴിഞ്ഞു പോകുന്നൊരു മാസമാണ് ഇനി വരുന്നത്. നമ്മിൽ ഏറെക്കുറെ എല്ലാ പേർക്കും അറിയാം, റംസാൻ മാസം നോമ്പനുഷ്ഠിക്കേണ്ട മാസമാണ്. സ്വന്തം തൊഴിലോ കടമയോ കർത്തവ്യമോ ഒന്നും മാറ്റി വെച്ചിട്ടല്ല ശരിക്കും ആ മാസം നോമ്പനുഷ്ഠിക്കേണ്ടത്. ചെയ്യുന്ന ജോലിയും കർത്തവ്യവും എത്ര പ്രയാസമുള്ളതായാലും അത് ചെയ്തുകൊണ്ട് അതിലെ കഷ്ടത സഹിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കൂലി കിട്ടാറുള്ളത്. എന്നാൽ അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചിട്ട് ഈ ഒരു മാസത്തിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് അതിലെ കാര്യങ്ങളുമായി മാത്രം എൻഗേജ്ഡായി ഇരുന്നാൽ അതിനുമുണ്ട് ഒരു നന്മ. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല പ്രയാസമുള്ള ഒരു സംഗതി നമ്മുടെ ഈ പ്ലാൻസ് ഓർഡർ അനുസരിച്ച് എടുത്തു വയ്ക്കുക എന്നുള്ളൊരു സംഭവമാണ്. അത് നല്ല പൊരി വെയിലത്ത് എരിവെയിലത്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഏതെങ്കിലും പ്ലാൻസ് സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ അപ്പോൾ തന്നെ ഫോണിൽ നോക്കുക, അതെടുക്കുക. അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഉടനെ കസ്റ്റമർക്ക് മെസ്സേജ് ഇടുക. അവരപ്പോൾ റിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് തീർപ്പാക്കുക. അങ്ങനെ കുറച്ച് വെയിലത്ത് കുറച്ച് സംഭവങ്ങളുമായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ നോമ്പ് സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നെനിക്കറിയാം. പിന്നെ അത് മാത്രമല്ലല്ലോ, നമുക്കിപ്പോൾ വീഡിയോസ് ഇടാനുണ്ട്. വീഡിയോസ് ഇടുമ്പോൾ അതിനനുസരിച്ച് എൻക്വയറീസ് വരും. അവരെല്ലാം നമ്മൾ മാനേജ് ചെയ്യണം. അവർ പറയുന്ന ചോദിക്കുന്ന കാര്യങ്ങൾ, അവരുടെ സംശയങ്ങൾ, പ്ലാന്റിനെ കുറിച്ചുള്ള അവരുടെ ഡൗട്ട്സ്. പുതിയവരാണെങ്കിൽ അവർക്ക് കുറേയധികം കൺഫ്യൂഷനുണ്ട്, ഇത് ഓർഡർ ചെയ്യണോ. അപ്പോൾ അതൊക്കെ നമ്മളെ കൺവിൻസിങ് ആയിട്ട് നമ്മൾ സംസാരിക്കണം. അതിനെല്ലാം നല്ല സമയമെടുക്കും. അതിൻ്റെ കൂടെ കുട്ടികളുണ്ട്, ചെറിയ മക്കളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ടും എൻ്റെ ഒരു ദിവസം കണ്ണടച്ച് തുറക്കുന്ന പോലെയാണ് കഴിഞ്ഞു പോകാറുള്ളത്. അതിനിടയിൽ ഞെരുക്കത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളല്ല ഈ വരുന്ന പുണ്യമാസത്തിൽ നമുക്കുള്ളത്. പിന്നെ ഇനി പ്ലാൻസ് എടുത്ത് വയ്ക്കാനും പാക്കിങ്ങിലൊക്കെ നോക്കാനും ശ്രദ്ധിക്കാനും കറക്റ്റാണോ നമ്പേഴ്സ് ചെക്ക് ചെയ്യാനും അതിനൊക്കെ കൂടി വേറെ ഒരാളെയും കൂടി ഏൽപ്പിക്കുക എന്നുള്ളതും എനിക്കതിന് കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് തൽക്കാലം വരുന്ന ഒരു മാസത്തേക്ക് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോയോ ഒന്നും തന്നെ, ഒരു സെയിൽ വീഡിയോയോ ഒരു ടിപ്പ് വീഡിയോയോ കെയർ വീഡിയോയോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. 11 മാസം ജോലിയും തിരക്കും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ ഈ ഹറിബറിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാസം ആ ജോലിയും തിരക്കും എല്ലാം നമുക്ക് തന്ന ആ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നതിലെ നന്മ കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യാറുള്ളത്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, വൃത്തിയാക്കി എടുക്കുക എന്നുള്ള ഒരു സംഗതി നമ്മുടെ ഈ ഒരു നോമ്പ് മാസത്തിലുണ്ട്. അതൊക്കെ നമ്മൾ ഏകദേശം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പിന്നെയും ചെയ്യാൻ ബാക്കിയുള്ള, അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ കൂടി നമുക്ക് ഈ മാസത്തിൽ ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് നമ്മുടെ ഈ കുറച്ച് റോസ നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് വളർത്തണം എന്നുള്ളൊരാഗ്രഹം. ഞാൻ ഇപ്പോൾ റോസ ഒന്നും വളർത്തുന്നില്ല. ഏകദേശം എൻ്റെ കയ്യിലുള്ള ഒരു 4-5 പ്ലാന്റ്സ് മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ബാക്കിയൊക്കെയും സെയിലായി പോവുകയാണ്. സെയിലാകുന്നത് കൊണ്ട് ഞാൻ വെക്കണമെന്ന് വിചാരിക്കുന്നതും ഞാൻ വെക്കാറില്ല. അത് സെയിലായി പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം. കഴിഞ്ഞ വർഷവും ഞാനിതുപോലെ കുറേ റോസകൾ വളർത്തിയെടുത്തിരുന്നു. അപ്പോൾ അതെല്ലാം സെയിലായി പോവുക എന്നുള്ളതാണ് ഇപ്പം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതും ആരെങ്കിലും ചോദിക്കുമ്പോൾ കൊടുത്തു പോവുകയാണ്. പിന്നെ ഞാൻ ആലോചിക്കും, ഞാൻ നോക്കുന്നതിനേക്കാളും നല്ലതുപോലെ ഈ വാങ്ങുന്നവർ അത് നോക്കുമല്ലോ എന്നുള്ളൊരു ചിന്തയും കൂടിയുണ്ട് അതിൻ്റെ പിറകിൽ. അപ്പം ഞാൻ വളരെ സമയബന്ധിതമായിട്ടൊന്നും നമ്മളൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് കുറേ തിരക്കുകളുണ്ട്. നമ്മുടെ ഇത്രയും കാര്യങ്ങൾ ഞാനും എനിക്ക് സഹായത്തിനുള്ള ആളും കൂടിയാണ് നമ്മളിതെല്ലാം ചെയ്ത് തീർക്കുന്നത്. 2 പേർക്കും നല്ല ജോലിയുണ്ട്, പിന്നെ മെൻ്റൽ സ്ട്രെസ്സും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ കരുതും ആ റോസ അവരത് കൊണ്ടുപോയി നന്നായി വളർത്തട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനത് സെയിലാക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ അതുപോലെ നമുക്ക് കഴിഞ്ഞ കുറേ മാസങ്ങൾ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കുണ്ടാവും. അതെല്ലാം നമുക്ക് ഈ മാസം ചെയ്യാൻ പറ്റും. കഴിഞ്ഞ റംദാനിൽ ഇതേപോലെ വീഡിയോ നിർത്തി പോകുമ്പോൾ എനിക്ക് 2K സബ്സ്ക്രൈബേഴ്സാണ് ഉണ്ടായിരുന്നത്. 2000 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഇപ്പോൾ 5.5K എന്ന വലിയ നേട്ടത്തിലാണ് ഞാൻ എത്തി നിൽക്കുന്നത്. ഒരുപാട് നന്ദി സ്രഷ്ടാവിനോടും അതുപോലെ
നിങ്ങൾ ഓരോരുത്തരോട് പുതുതായി വന്നു ചേർന്നവരോട് ഒരുപാട് സന്തോഷം. ആദ്യം തൊട്ടേ കൂടെയുള്ളവരോട് അതിലുമേറെ സന്തോഷം. പോയ വർഷത്തിലെ കാര്യങ്ങൾ പലരും ഒരു പുതുവർഷത്തിലൊക്കെയാണ് ആലോചിക്കാറുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു മാസമാണ് പോയ വർഷത്തെ കാര്യങ്ങൾ ആലോചിക്കുന്നതും എന്തെങ്കിലും തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ തിരുത്തുന്നതും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു മാസത്തിൽ അതുപോലെ പോയ വർഷങ്ങളിൽ ചെയ്ത നന്മയേക്കാൾ കൂടുതൽ നന്മ ചെയ്യാൻ കഴിയട്ടെ, എനിക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. നോമ്പ് എന്നത് ഒരു അനുഭവമാണ്. ആ മാസം തീരാറാകുമ്പോൾ വിഷമം തോന്നിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം മാസമാണ്. നമ്മെ വിട്ടു പോകല്ലേ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. കാരണം ആ മാസത്തിൽ കിട്ടുന്ന ചിട്ടയും അതിലെ സന്തോഷവും അപ്പോഴത്തെ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും ഒന്നും നമുക്ക് മറ്റൊരു മാസത്തിൽ അതുപോലെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു പരമാർത്ഥം തന്നെയാണ്. വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടാകത്തില്ല, പക്ഷേ നമ്മുടെ ഗ്രൂപ്പ് ആക്റ്റീവായിരിക്കും. ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഓപ്പണായിട്ടാണ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഏകദേശം 600 പേരോളം നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഫോണിനോ അല്ലെങ്കിൽ അതിൻ്റെ മെമ്മറിക്കോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ വളരെ സൈലൻ്റായിട്ട് വളരെ ഡിസിപ്ലിനായിട്ട് നമ്മുടെ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ്, അതായത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സിൽ പുതിയ പൂക്കൾ വിരിയുമ്പോൾ വീഡിയോ ആയിട്ട് നമ്മൾ ഇടാൻ ആ സമയത്ത് നമുക്ക് വീഡിയോ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്യലാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ റോസ് വെറൈറ്റീസ് അതിൽ കാണാൻ പറ്റും. ഇടയ്ക്കിടെ കാർട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ നമ്പർ സേവ് ചെയ്തിട്ടിരിക്കുന്നവർക്ക് കാർഡ് കാണാൻ കഴിയും. പിന്നെ പറയാനുള്ളത്, നമ്മളൊരു 5 പേർക്ക് ഫ്രീ ആയിട്ട്, അതായത് ഈ ഒരു മാസത്തിൻ്റെ പുണ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 പേർക്ക് വളരെ തികച്ചും സൗജന്യമായിട്ട് പ്ലാൻസ് അയച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ നമുക്ക് ആളായിട്ടുണ്ട്. അപ്പോൾ തീരെ എൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ പ്ലാൻസ് വാങ്ങിയിട്ടില്ലാത്ത ഒരാൾ, അതായത് തീരെ നിവൃത്തിയില്ലാത്ത ഒരാൾ, വീട്ടിൽ ഇഷ്ടമല്ലാതെ വാങ്ങിയിട്ടില്ലാത്തവരല്ല, അല്ലാതെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണെന്നാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് വാങ്ങിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇടുക. അപ്പോൾ നമ്മളത് പരുവം പോലെ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ നമുക്ക് ഗ്രൂപ്പിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ എന്തെങ്കിലും അവൈലബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇടാം, സമയം പോലെ ഇടാം. അതിനത്ര സമയം ഉണ്ടാവും തോന്നുന്നില്ല. പിന്നെ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ അതിനകത്ത് നമുക്ക് അഡ്മിൻസും പിന്നെ അതുപോലെ അറിവുള്ള ഒരുപാട് പേർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. റോസും മറ്റെല്ലാ ചെടികളും വളർത്തുന്നതിനെക്കുറിച്ചുള്ള ടിപ്സും ഒരുപാട് സഹായങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയാണ് നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ അംഗമല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് വഴി ജോയിൻ ചെയ്താൽ മതി. ഒരു കാര്യം പറയാനുള്ളത്, പോയ വർഷം വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എൻ്റെ സർവീസിൽ നിന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ മനഃപ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, പൊരുത്തപ്പെടണം എന്നാണ് പറയാനുള്ളത്. എനിക്ക് വലിയൊരു വിഷമമുണ്ട്. കാരണം നിങ്ങൾ ഓരോരുത്തരോടും എനിക്കിനി ചെടികളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു പരിധിവരെ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. എന്നാലും ഞാനൊരു പരിധി വരെ എന്തായാലും ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ പ്ലാൻസ് അയച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ സന്തോഷ പ്രകടനങ്ങളോ നിങ്ങളുടെ നല്ല വാക്കുകളോ ഒന്നും എനിക്കൊരു മാസത്തേക്ക് അങ്ങനെ കുറേ അധികം കേൾക്കാൻ കഴിയില്ല. അതൊക്കെയുണ്ട്. എന്നിരുന്നാലും നമ്മളുടെ കയ്യിലുള്ള പ്ലാൻസ് ഫ്ലവറിങ് ആവുന്നതിനനുസരിച്ച് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാർട്ടിൽ അപ്ഡേറ്റ് ചെയ്യുകയും അതുവഴി നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ അങ്ങനെ ഒരുപാട് പാക്കറ്റ്സ് ഒന്നും അയക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. കുറച്ച് ഇടയ്ക്കൊക്കെ അയക്കാനൊക്കെ പറ്റുന്നത് പോലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ എല്ലാ വർഷവും. ഇനി ഒരു മാസത്തേക്ക് നിങ്ങളെന്നെ മറക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോസ് ഇല്ല, നമ്മുടെ വിശേഷങ്ങൾ അന്വേഷണങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് മറക്കാതിരിക്കുക. എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. കഴിഞ്ഞ വർഷം ഇതേപോലെ വീഡിയോ ഇട്ട് പോയതിന് ശേഷവും കുറച്ച് പേരൊക്കെ വന്നിട്ട് ചോദിക്കുകയുണ്ടായി എന്താണ് വീഡിയോസ് ഒന്നും ഉണ്ടാകാത്തത് എന്ന്. ഇപ്രാവശ്യം അങ്ങനെ ചോദ്യം വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് വളരെ വിശദമായിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇപ്രാവശ്യം വീഡിയോ ഇട്ടിരിക്കുന്നത്. നമ്മുടെ ചാനലിലെ വീഡിയോസ് നോക്കിയിരിക്കുന്നവർ, നേരം വെളുത്തിട്ട് ഹാദിയയുടെ വീഡിയോ ഉണ്ടോ അല്ലെങ്കിൽ ഹാദിയത്തയുടെ വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ച് നോക്കിയിരിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. അപ്പോൾ അവരെല്ലാം ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നും ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്നും വിചാരിക്കുന്നു. എന്തായാലും ഏപ്രിൽ മാസത്തിൽ ദൈവം അനുവദിച്ച് നമ്മൾ നല്ല നല്ല വെറൈറ്റികളും പുതിയ പുതിയ വീഡിയോസും കോംബോ ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഓർമ്മിക്കുക, കാത്തിരിക്കുക.
അതേപോലെ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എന്നതിലും ഞാൻ പറയുന്നില്ല. അടുത്ത മാസം, അതായത് ഈ വരുന്ന മാസത്തിനപ്പുറത്തെ മാസം ഏപ്രിൽ പുതിയ വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക. നിങ്ങളുടെ പൂക്കളും ചെടികളും എല്ലാം സന്തോഷത്തോടെ ഇരിക്കട്ടെ, എല്ലാ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. അപ്പോൾ വളർച്ച, വേനൽക്കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അവർക്ക് വേണ്ടുന്ന വെള്ളം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. അവരെ നന്നായിട്ട് കെയർ ചെയ്യുന്നതിനനുസരിച്ച് നന്നായി പ്രതികരിക്കുന്നവരാണ് നമ്മുടെ ഈ പൂച്ചെടികൾ. ഇനിയും പറഞ്ഞിട്ടും പറഞ്ഞു തീരാത്ത പോലെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പറഞ്ഞു തീർത്തു പോകാൻ എന്തോ ഒരു വിഷമം പോലെ. എന്നിരുന്നാലും നിർത്തിയല്ലേ പറ്റൂ. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട്, പുതിയ അനുഭവങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരാം, ദൈവം അനുവദിച്ചാൽ. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനമായിരിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക, ചെടികളെ നോക്കുക, ആ ചെടികൾക്കെല്ലാം നല്ല പരിരക്ഷ കൊടുക്കുക, ചൂട് സമയത്ത് അവരെ നന്നായി കെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, സ്നേഹപൂർവ്വം ഹാദിയ.